50 പ്രാവശ്യമെങ്കിലും ഷോറൂമിൽ പോയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം വണ്ടി പഴയ കണ്ടീഷനിൽ തന്നെ, അതിൻ്റെ എഞ്ചിൻ പാർട്സുകളെല്ലാം അഴിച്ചിട്ടിരിക്കുന്നു. ആ രീതിയിൽ തന്നെ കിടക്കുകയാണ്. ഇപ്പോഴും വാഹനം വിട്ടു തരാൻ അവർ തയ്യാറാകുന്നില്ല. ഒരു 3-4 മാസമായിട്ട് വണ്ടി ഇട്ട ഭാഗത്ത് നിന്ന് അനക്കിയിട്ടില്ല. വാഹനം മഴ നനഞ്ഞ് ചെളി കയറി. അപകടത്തിൽപ്പെട്ട കാറ് തകരാറുകൾ പരിഹരിച്ച് ഷോറൂമിൽ നിന്ന് തിരികെ കിട്ടാനായി 2.5 വർഷക്കാലമായി കാത്തിരിക്കുന്ന ഒരു വാഹന ഉടമയാണ് എനിക്കൊപ്പമുള്ളത്. ഇദ്ദേഹത്തിന്റെ പേര് സുമിത് കുമാർ എന്നാണ്. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സ്വദേശിയാണ്. അപ്പോൾ എന്താണ് ഈ ദുരവസ്ഥ എന്നുള്ളത് അദ്ദേഹം തന്നെ പറയും. 2022 സെപ്റ്റംബർ 18-ാം തീയതി പാലാ ഇൻഡസിൻ്റെ ഷോറൂമിൽ നിന്ന് ഞാനൊരു പുതിയ വാഗണാർ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കുന്നു. അത് 1 വർഷവും 2 മാസവും കൂടെ ഉപയോഗിച്ച സമയത്തൊരു അപകടത്തിൽപ്പെട്ടു. വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഉറങ്ങിപ്പോയി. ഇടതുവശത്ത് കലുങ്കി തട്ടി പെട്ടെന്ന് കണ്ണ് ചിമ്മിയപ്പോൾ വണ്ടി വലത്തേക്ക് വെട്ടിച്ച സമയത്ത് വലത്തെ സൈഡ് പാറയായിരുന്നു. പാറക്കിട്ട് കയറി ഇടിച്ചു. അപകടത്തിൽ എനിക്ക് പരിക്കുകളൊന്നും ബാധിച്ചില്ല. വണ്ടിക്ക് അത്യാവശ്യം പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി തന്നെ വണ്ടി പാലായിലെ ഷോറൂമിൽ എത്തിച്ചതാണ്. പിറ്റേ ദിവസവും അനുബന്ധിച്ച് അടുത്ത ദിവസങ്ങളിലായി GD എൻട്രി കിട്ടി. അത് സ്റ്റേഷനിൽ നിന്ന് മേടിച്ച് അതും കൊടുത്തു. ഷോറൂമിൽ ഏൽപ്പിക്കുമ്പോൾ വണ്ടിയുടെ RC ബുക്ക്, ആധാർ കാർഡ്, എൻ്റെ ലൈസൻസ്, അങ്ങനെയുള്ള രേഖകളെല്ലാം അവർ വാങ്ങി വെച്ചിരുന്നു. അത് ഇൻഷുറൻസിൻ്റെ കവറേജ് ലഭിക്കണമെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങി വെച്ചിരുന്നു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ലൈസൻസും ആധാർ കാർഡും തിരിച്ചു തരുന്നത്. ബാക്കി RC ബുക്കും ബാക്കിയുള്ള രേഖകളും ഇപ്പോഴും ഷോറൂമിൽ തന്നെയാണ്. വാഹനം ഷോറൂമിൽ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ആവറേജ് ഒരു 2 മാസത്തെ പണി ഉണ്ടാവും, പാർട്സുകളൊക്കെ വരാൻ സ്വല്പം സമയം എടുക്കുമെന്ന് പറഞ്ഞു. 2 മാസം കൊണ്ട് പണി തരാമെന്ന് പറഞ്ഞാണ് ഷോറൂമിൽ വണ്ടി എടുക്കുന്നത്. എഞ്ചിൻ ഭാഗങ്ങൾക്കടക്കം തയ്യാറുണ്ടായിരുന്നു, മേജർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2 മാസം എടുക്കുമെന്ന് പറഞ്ഞു. 3 മാസം കൊണ്ടേലും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നിട്ടും 7 മാസമായിട്ടും വാഹനം കിട്ടാതെ വന്നപ്പം ഞാൻ കോടതി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ താങ്കൾ ഇതിനിടയ്ക്ക് ഷോറൂമിലെത്തി അന്വേഷിച്ചിരുന്നില്ലേ ഈ 8 മാസം ആകുന്നതിന് മുമ്പ്? ഞാൻ ഒരു മാസത്തിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ഷോറൂമിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അവർ ചോദിക്കുമ്പോൾ അവർ ഒരു പാർട്സ് പുറത്തുനിന്ന് അവിടുന്ന് ബോംബെയിൽ നിന്ന് വരാനുള്ള, ഇവിടുന്ന് വരാനുള്ള, അങ്ങനെ ഓരോ സ്ഥലം പറയും. അവിടുന്ന് വരാനുള്ളതൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിയാണ് 7-8 മാസം എടുത്തത്. 8 മാസത്തിൽ ഞാനൊരു 50 പ്രാവശ്യമെങ്കിലും ഷോറൂമിൽ പോയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം വണ്ടി പഴയ കണ്ടീഷനിൽ തന്നെ, അതിൻ്റെ എഞ്ചിൻ പാർട്സുകളെല്ലാം അഴിച്ചിട്ടിരിക്കുന്നു. ആ രീതിയിൽ തന്നെ കിടക്കുകയാണ്. 8 മാസമായപ്പം വണ്ടി കിട്ടാതെ വന്നപ്പോൾ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പെട്ടെന്ന് എന്തൊക്കെയോ തീർത്ത് തന്നെ. വാഹനം ഷോറൂമിൽ ഏൽപ്പിക്കുമ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ള വാഹനം ആയതുകൊണ്ട് ഒരു 2000-2500 രൂപ പ്രോസസ്സിങ് ചാർജ് ആകും എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. വേറെ നമ്മൾ പണമൊന്നും നൽകേണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. വേറെ പണമൊന്നും നൽകേണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഈ 8 മാസം കാലതാമസത്തിന് ശേഷം അവർ 68 രൂപ ബില്ല് അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 68,000 രൂപ. അപ്പോൾ ഞാനതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവർ എൻജിൻ നമ്പർ പുറത്ത് പഞ്ച് ചെയ്തു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പം എൻജിൻ്റെ കവറിനൊരു പൊട്ടലുണ്ടായിരുന്നു. ആ പൊട്ടലുള്ള ഭാഗം അവർ ശരിക്കും ചെയ്യേണ്ടത് RT ഓഫീസിൽ ഇൻഫോം ചെയ്തുകൊണ്ട് RC ബുക്കിൽ നമ്പർ ചേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്യേണ്ടത്. കാരണം പുതിയ കവർ വരുത്തുമ്പം ആ കവറിൽ പുതിയ നമ്പർ ഉണ്ടാവും. ആ നമ്പറുള്ള ഭാഗമാണ് ചെയ്യേണ്ടിരുന്നത്. അതിന് പകരം ലീഗലി അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ എന്തോ പഴയ വാഹനത്തിൻ്റെ ഏതോ ഭാഗം കയറ്റി വെച്ചാണ് പണിതതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. താങ്കൾ അങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ ഈ 8 മാസത്തിന് ശേഷം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? പരാതി നൽകി ആദ്യ കുറേ കാലം അവർ ഇൻഡസിൻ്റെ ഭാഗത്തുനിന്ന് കോടതി അറ്റൻഡ് ചെയ്തിട്ടില്ല. അവർ അവധിക്ക് വിളിച്ചിട്ട് വരാതിരുന്നു. 4 തവണ 5 തവണയായിട്ടും വരാതിരുന്നു. അതിനുശേഷമാണ് അവർ ഹാജരാകാൻ തുടങ്ങിയത്. ഏറ്റവും അവസാനം എനിക്ക് അനുകൂലമായിട്ട് കൺസ്യൂമർ കോടതിയിൽ നിന്ന് വിധി വന്നിരുന്നു. എനിക്ക് 50,000 രൂപ നഷ്ടപരിഹാരവും 2 ആഴ്ചക്കകം വാഹനം എനിക്ക് ഓടിക്കാവുന്ന പരുവത്തിൽ വെഹിക്കിളിനെ കൊണ്ട് വണ്ടി പരിശോധിപ്പിച്ച് എനിക്ക് ഓടിക്കാവുന്ന പരുവത്തിൽ വണ്ടി തരണമെന്നും വിധി വന്നിരുന്നു. എഞ്ചിൻ നമ്പറിൻ്റെ കാര്യങ്ങൾ ലീഗലി വേണ്ട രീതിയിൽ ചെയ്ത് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വിധി വന്നിരുന്നു. അതിനുശേഷം ഇപ്പം 2 മാസം കഴിഞ്ഞു, 3 മാസത്തോളം അടുക്കുന്നു. മാർച്ച് 27 മറ്റോ വിധി വന്നതാണ്. അതിനുശേഷം ഇന്നിപ്പം ജൂൺ 10 ആകുന്നു. ഇപ്പോഴും വാഹനം വിട്ടു തരാൻ അവർ തയ്യാറാകുന്നില്ല. നിലവിൽ ആ വാഹനം ഇപ്പോഴെവിടെയാണുള്ളത്? പാലാ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ബോഡി വർക്ക്ഷോപ്പ് ചേർപ്പങ്കലുണ്ട്, അവിടെയാണ് വാഹനം ഉള്ളത്. ഒരു 3-4 മാസമായിട്ട് വണ്ടി ഇട്ട ഭാഗത്ത് നിന്ന് അനക്കിയിട്ടില്ല. വാഹനം മഴ നനഞ്ഞ് ചെളി കയറി പള്ളയൊക്കെ കയറി മൂടി ഉപയോഗിക്കാവുന്ന പരുവത്തിലല്ല വാഹനം ഉള്ളത്. ഞാനൊരു 3 മാസമായിട്ട് ഞാൻ ആ വണ്ടിയുടെ ഫോട്ടോ, വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കൺസ്യൂമർ കോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് താങ്കൾക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടായിട്ട് പോലും ആ വാഹനം വിട്ടു നൽകാൻ ഈ ഷോറൂം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ നിലവിലെ ആക്ഷേപം? 100%. ഞാൻ അതിന് ശേഷം, ഈ വിധി വന്നതിന് ശേഷം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് ആലോചിച്ച് ഇൻഡസിൻ്റെ ഷോറൂമിലേക്ക് മാനേജർക്ക് ഒരു
AD കാർഡ് വെച്ച് ഒരു പോസ്റ്റൽ രജിസ്റ്റർഡ് നോട്ടീസ് അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയത് കഴിഞ്ഞ മാസം കൈപ്പറ്റിയതിൻ്റെ രസീത് എനിക്ക് തിരിച്ച് കിട്ടിയതാണ്. അതിനുശേഷവും അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു മാസത്തോളമായി ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല, ഒരു നടപടിയില്ല. ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി കോടതിയെ സമീപിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഈ സംഭവത്തിൽ 2 ആഴ്ചയ്ക്കകം ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാക്കി ഈ ഉടമയ്ക്ക് തിരികെ നൽകണമെന്നും അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരമായി 50,000 രൂപ നൽകണമെന്നും 2026 മാർച്ച് മാസം 27-ാം തീയതി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടതാണ്. പക്ഷേ ഈ ഉത്തരവിറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വാഹനം വിട്ടു നൽകാൻ പോലും ഷോറൂം അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ വാഹന ഉടമയുടെ പരാതി. എന്താണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമിത് കുമാറിന്റെ തീരുമാനം. കോട്ടയം പൂഞ്ഞാറിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.